എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കലയുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ, കലാകാരന്മാരുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തു വരുന്നു. അത് എൻ്റെ ഒരു ജീവിത ലക്ഷ്യമായി തന്നെ കരുതിക്കൊണ്ട് സംഗീത കലയുമായി ബന്ധപ്പെട്ട ഒഴിച്ചുകൂടാനാവാത്ത ഒരു വാദ്യ ഉപകരണമാണ് മൃദംഗം. മൃദംഗമില്ലാതെ സംഗീത കലയില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. അങ്ങനെയുള്ളൊരു മൃദംഗ കലാകാരനും പ്രത്യേകിച്ച് ഒരു അധ്യാപകനുമായ ശ്രീ അഖിൽ പുറമറ്റം എന്ന ഒരു മൃദംഗ കലാകാരനെ ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുകയാണ്. വീഡിയോയിലേക്ക് പോകാം, തുടങ്ങാം. അഖിൽ, നമസ്തേ. നമസ്കാരം. അഖിലിനെ ഒന്ന് പരിചയപ്പെടുത്തണം. ഓക്കെ ചേട്ടാ, നമസ്കാരം. എൻ്റെ പേര് അഖിൽ പി അനിൽ, സ്വദേശം പുറമറ്റമാണ്. ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് മൃദംഗം ഫീൽഡിലുണ്ട്. ഞാൻ ആദ്യം ദക്ഷിണ വെച്ചത് എൻ്റെ ആദ്യ ഗുരുനാഥൻ ശ്രീ അനീഷ് മാടപ്പള്ളി ചങ്ങനാശ്ശേരിയാണ്. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് സാറിൻ്റെ അടുത്താണ് മൃദംഗം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഇപ്പം 2022 ഒക്ടോബറിന് ശേഷം ലോകപ്രശസ്ത മൃദംഗ വിദ്വാനായ ചങ്ങനാശ്ശേരി ബി ഹരികുമാർ സാറിന്റെ ശിഷ്യനായി പ്രവർത്തിക്കുന്നു. ഹരിസാറിന്റെ ശിഷ്യനാണല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും ഹരിസാറുമായിട്ട് വളരെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ ബന്ധമുണ്ട്. പിന്നെ മോന്റെ സ്ഥലം എവിടെയാ? എന്റെ സ്ഥലം പുറമറ്റം. പുറമറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ കറക്റ്റ് പത്തനംതിട്ട ജില്ലയാണ്. എന്നിട്ട് തിരുവല്ലയിൽ നമ്മൾ റാന്നിക്ക് പോകുമ്പോൾ തിരുവല്ല കറങ്ങി കറക്റ്റ് ഒരു 9 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ പുറമറ്റം ജംഗ്ഷനിൽ തന്നെ അയ്യപ്പയുടെ ഒരു അമ്പലമുണ്ട്, അയ്യപ്പ സ്വാമി ടെമ്പിൾ. അതിന്റെ തൊട്ട് മുകളിലാണ് താമസിക്കുന്നത്. എത്ര വർഷമായിട്ട് ഈ ഫീൽഡിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്? ഞാനൊരു കഴിഞ്ഞ 12 വർഷമായിട്ട്, കറക്റ്റ് പറയുകയാണ് 2012 2012 ഒക്ടോബർ വിജയദശമിയിലാണ് ഞാൻ ദക്ഷിണ വെച്ച് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ ഒരു 12 വർഷമായിട്ട് മൃദംഗം ഫീൽഡിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മൃദംഗ ഫീൽഡിലേക്ക് ഇറങ്ങാൻ പ്രചോദനം ലഭിച്ച ആരിൽ നിന്നാണ്? അങ്ങനെ പ്രചോദനം എന്ന് പറയാൻ ഫാമിലിയിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ആരും ഇല്ലായിരുന്നു. കാരണം എല്ലാവരും പാട്ടായിട്ടായിരുന്നു ബന്ധം. എൻ്റെ അച്ഛൻ നല്ലോണം പാട്ട് പാടുമായിരുന്നു. പിന്നെ എൻ്റെ വല്യമ്മ, അതായത് എൻ്റെ അമ്മയുടെ അമ്മ പാട്ട് പാടും. പിന്നെ ബാക്കിയുള്ളവരെല്ലാം പാട്ടുമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാർ. മൃദംഗമായിട്ട് ആരും അങ്ങനെ ബന്ധമില്ല. പക്ഷേ ഇതിലോട്ട് വരാൻ കാര്യം മെയിൻലി എൻ്റെ അമ്മാവനാണ്. കാരണം അമ്മാവൻ ഇതുപോലെ കൊച്ചിലെ മൃദംഗമായിട്ട് കുറേ പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ അത് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പം അമ്മാവൻ എന്നോട് ഇതുപോലെ, ഞാൻ എൻ്റെ ഒരു കൊച്ചുനാളിൽ ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്നാണ് വന്നത്. അമ്മയുടെ വീട് തൃക്കൊടുത്താനാണ് ചങ്ങനാശ്ശേരി. എൻ്റെ ഒരു 10ാം ക്ലാസ് വരെ ഞാൻ അവിടെ ആയിരുന്നു. അപ്പം വല്യമ്മയും വല്യച്ഛനുമാണ് എന്നെ വളർത്തിയതും. അപ്പോൾ ആ സമയത്ത് അമ്മാവൻ ഇങ്ങനെ ചോദിച്ചു, നിനക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പം പറഞ്ഞു ഉണ്ട്. ജസ്റ്റ് അത് മൃദംഗം എന്താന്ന് പോലും അറിയില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അങ്ങനെയാണ് വന്നത്. അല്ലാതെ ഒരു പ്രചോദനമോ അല്ലെങ്കിൽ ഫാമിലിയിൽ പരമായിട്ട് അങ്ങനെ ആരും ഇല്ലായിരുന്നു അല്ലേ? പക്ഷെ അഖിൽ ഇപ്പം മൃദംഗത്തെ ജീവിതവ്രതമാക്കി കൊണ്ടുപോവുകയാണല്ലേ? വിവിധ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? 2018 മുതൽ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ഫ്യൂഷൻസ്, ഭജൻസ് അങ്ങനെയൊക്കെ വായിച്ചു തുടങ്ങി. ഭജൻസിന് പോകാറുണ്ടായിരുന്നു. ഓ, വെരി ഗുഡ്. അതിനുശേഷം 2019 ഞാൻ ഒരു പ്രൊഫഷണൽ അരങ്ങേറ്റം നടത്തി. 2019 ഫെബ്രുവരി 19 എൻ്റെ അരങ്ങേറ്റം നടക്കുന്നത്. അന്ന് മുതൽ ഞാൻ പ്രൊഫഷണലായിട്ട് കച്ചേരിക്ക് മൃദംഗം വായിക്കാറുണ്ട്. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കച്ചേരിയാണ്. എവിടെയാണ് അരങ്ങേറ്റം നടന്നത്? ഞാൻ തെങ്ങണാൽ ശ്രീ മഹാദേവ ക്ഷേത്രം. ഞാൻ എൻ്റെ അമ്മയുടെ തൃക്കൊടുത്താനമായിരുന്നു. അപ്പോൾ അവർ തൃക്കൊടുത്താനത്ത് നിന്ന് അടുത്ത് തന്നെ ഒരു 4-5 കിലോമീറ്റർ മാറി തെങ്ങണ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അറിയാം. അവിടെയാണ് അരങ്ങേറ്റം നടന്നത്. നമ്മുടെ ഈ മൃദംഗമാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. ഈ മൃദംഗ കലയുടെ ആവിർഭാവത്തെ കുറിച്ച് വളരെ ലളിതമായിട്ടൊന്ന് പറയാമോ? മൃദംഗം കലയുടെ ആവിർഭാവം എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് മെയിൻലി കർണാട്ടിക് ഇൻസ്ട്രുമെന്റ് ആണ്. കർണാട്ടിക്കിന് മെയിൻലി നമ്മളിപ്പം ഒത്തിരി ആൾക്കാർ, അതായത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു കലയാണ്, വാദ്യോപകരണമാണ് മൃദംഗം എന്ന് പറയുന്നത്. അതിലുപരി ഞാൻ പഠിക്കുന്ന കാലം മുതലേ ആ ഒരു മൃദംഗത്തിൻ്റെ വാല്യൂ എന്താണ്, ഒരു കച്ചേരിക്ക് ഇപ്പം നമ്മൾ വോക്കൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയലിൻ കഴിഞ്ഞാൽ ഏറ്റവും നമുക്കൊരു വാല്യൂ ഉള്ളൊരു വാദ്യോപകരണമാണ്. സംഗീത കലയിലെ പ്രാധാന്യം ഉള്ള ഒരു വാദ്യോപകരണമാണ് മൃദംഗം അല്ലേ? ഓക്കെ. വീട്ടില് നമുക്ക് കലയ്ക്കുള്ള സപ്പോർട്ടൊക്കെ? വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. കാരണം പഠിത്തം പോലെ തന്നെ കലയോട് നല്ല സപ്പോർട്ടാണ് എല്ലാവരും തന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മയും ഒക്കെ? അതെ. സഹോദരങ്ങൾ എനിക്കൊരു പെങ്ങളേ ഉള്ളൂ. പെങ്ങളും അത്യാവശ്യം കലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ്. അത്യാവശ്യം പാടും, പിന്നെ അത്യാവശ്യം ഡാൻസും പരിപാടിയായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം പൊതുവെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഈ സംഗീത കലകളിൽ മൃദംഗത്തിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണല്ലേ? തീർച്ചയായിട്ടും.
ഓക്കെ ഓക്കെ. താങ്കൾ ഒരു അധ്യാപകനാന്ന് കേട്ടിട്ടുണ്ടല്ലോ, മൃദംഗ അധ്യാപകനാണ്. ഞാൻ 2012 സ്റ്റാർട്ട് ചെയ്തു. 16-17 ആ ഒരു ടൈം മുതൽ 17 തോന്നുന്നു ഞാൻ മൃദംഗം പഠിപ്പിക്കാൻ. അത് എന്റെ ഗുരുനാഥനാണ്. ഗുരുനാഥൻ പറയുമ്പോൾ മനീഷ് മാടപ്പള്ളി സാറ്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. സാറിന്റെ ക്ലാസ്സുകളാണ് ആദ്യം എടുത്തു തുടങ്ങിയത്. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഇപ്പം മൃദംഗം ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എത്ര കുട്ടികളോളം കാണും? ഏകദേശം പല ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ആദ്യം ഞാൻ കുന്നന്താനം തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം കറന്റ് ഞാൻ എടുക്കുന്നത് കോട്ടയം മണ്ണർക്കാടാണ്. അവിടെ ഒരു 5-6 ഇപ്പോൾ ഒരു കറന്റ് ഒരു 6 പേരുണ്ട്. പിന്നെ എന്റെ വീട്ടിലും വന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ അഖില് വീട്ടിൽ ചെന്ന് പഠിപ്പിക്കും? അതെ, തീർച്ചയായിട്ടും പഠിപ്പിക്കും. പിന്നെ ഈ അഖിലിന്റെ ലക്ഷ്യം അല്ലെ ആഗ്രഹം എന്താണ്? ആഗ്രഹം എന്ന് പറയുന്നത് അതെനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, കലയോട് മാത്രം നമുക്ക് ജീവിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിപ്പം എന്നോടും അല്ലെങ്കിൽ എന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരോടും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടുമാണ് ഞാൻ പറയാറുള്ളത്, നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ വിദ്യാഭ്യാസം അതിന് വേണം കൊടുക്കാൻ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു സ്വയം തൊഴിലില്ലാതെ നമുക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന 2020-21 കാലഘട്ടത്തിൽ കൊറോണ എന്ന് പറഞ്ഞൊരു വൈറസ്, അത് എല്ലാരെയും അത് ബാധിച്ചു. കലാകാരന്മാരെ വലുതായിട്ട് ബാധിച്ച ഒരു സംഭവമാണ്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആരാണേലും കുട്ടികളാണേലും അവര് മെയിനായിട്ട് നമ്മൾ സ്വയം പഠിച്ച് നല്ലൊരു ജോലി കണ്ടെത്തി സ്വയം തൊഴിൽ കണ്ടെത്തുക. എന്നിട്ട് ഇതൊരു സൈഡായിട്ട്, എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഇതൊരു സൈഡായിട്ട് കൊണ്ടുപോവുക. രണ്ടും കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഈ കലയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തില് തീർച്ചയായിട്ടും ഈ ഒരു മൃദംഗ കലയാണെങ്കിലും സംഗീത കലയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസത്തിനോടൊപ്പം ചെയ്താൽ അവർക്ക് വിദ്യ അഭ്യസിക്കാൻ വളരെ എളുപ്പമാണ്, അവർക്ക് ബുദ്ധി വികാസം ഉണ്ടാകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. അപ്പം നമുക്ക് ഇത് രണ്ടും കൊണ്ടുപോകുന്ന കുട്ടികളും അല്ലെങ്കിൽ ഒത്തിരി നമ്മളെ ബന്ധപ്പെട്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ കൊണ്ടുവന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്. കാരണം നമുക്കിപ്പം ഒരു സ്വയം തൊഴിലില്ലാതെ നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പറ്റില്ല. അതെ. പിന്നെ നമുക്ക് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്, ഇപ്പം ഞാനാണെങ്കിൽ പോലും ഒരു പ്രോഗ്രാം കിട്ടി നമ്മളൊരു സ്റ്റേജിൽ പോയി ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിന്റെ ഒരു വില എന്ന് പറഞ്ഞാൽ വേറെയാണ്, സുഖമാണ്. രണ്ടാണ്. അപ്പൊ രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് അഭിപ്രായം. മാത്രമല്ല, ഒരു കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളിലൊന്നാണ്. നമ്മുടെ ജീവിതത്തിന് അർത്ഥമാകുന്ന ഒരു നല്ലൊരു കലാകാരനായി 10 പേരെ അറിയപ്പെടുക, നല്ല നല്ല സ്റ്റേജുകൾ കീഴടക്കുക, വലിയ പ്രഗത്ഭന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുക. അപ്പോഴൊക്കെയാണ് നമ്മളൊരു കലാകാരന് അവന്റെ കലയെ ശരിക്കും പറഞ്ഞാൽ കലയോടൊരു ബഹുമാനം തോന്നുന്നത്, അല്ലേ? അപ്പം തീർച്ചയായിട്ടും ഞാൻ ഒരു കലാകാരൻ എന്ന നിലയിൽ താങ്കളോട് ചോദിക്കാനുള്ള പുതിയ തലമുറയോട് അഖിലിന് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഓക്കെ, നല്ലൊരു ചോദ്യമാണ് ചേട്ടൻ ചോദിച്ചത്. അപ്പം പുതിയ തലമുറയോട് പറയാനുള്ള എനിക്ക് ഇത് മാത്രം, കലയെന്ന് പറയുന്നത് നമുക്കൊരു ദൈവാനുഗ്രഹമാണ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പം അത് ഉള്ളവർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. കാരണം ഇപ്പം പഴയ കാലഘട്ടം പോലല്ല, ഇപ്പം നമുക്ക് ഒത്തിരി അവസരങ്ങൾ, നമുക്ക് പല കലകളും പഠിക്കാനുള്ള പല അവസരങ്ങളും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഫോൺ, ഇപ്പം നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ പല ആൾക്കാർ ഇപ്പം വോക്കൽ, മൃദംഗം, വയലിൻ ഏത് നോക്കിയാലും നമുക്ക് പഠിക്കാനുള്ള. പക്ഷെ ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നത്, ഞാൻ ഇടയ്ക്ക് കയറി സംസാരിക്കുകയാണ്, ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നത് അത് വേറൊരു അനുഭവം തന്നെയല്ലേ? അതല്ല, ഞാൻ അതിലോട്ടാണ് വരുന്നത്. അതെ, കാരണം നമുക്കിപ്പം ചേട്ടൻ ചോദിച്ച പോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എങ്ങനെ കലയെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ കലയുടെ വാല്യൂ എന്താണ്, പുതുതലമുറയോട് പറയാനുള്ളത് എന്താണ്? കലയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല, അത് ദൈവാനുഗ്രഹവും അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹവും കൂടെ വേണം. അപ്പം അങ്ങനെയുള്ളവർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പഠിക്കാൻ പോവെങ്കിൽ, പഠിക്കാൻ പറ്റുമെങ്കിൽ നേരിട്ട് തന്നെ പോയി പഠിക്കുക. നല്ലൊരു ഗുരുനാഥനെ കണ്ടെത്തി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പ്രാക്ടീസ്, ഇതിനകത്ത് ഏറ്റവും മുഖ്യം നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം മാത്രം പോരാ, ഗുരുത്വം, പിന്നെ നമ്മുടെ ഹാർഡ് വർക്ക്, കലയോടുള്ള ഡെഡിക്കേഷൻസ്, അതാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ പ്രാക്ടീസ് ഏറ്റവും, ഞാൻ പറയാണ്, നമ്മുടെ വാദ്യോപകരണത്തിൽ ഏറ്റവും പഠിക്കാൻ പാടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൃദംഗം. കാരണം നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് വരത്തുള്ളൂ, കൈ വരത്തുള്ളൂ. നമ്മളൊരു 3 മണിക്കൂർ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്താലേ നല്ല രീതിയിൽ 1 മണിക്കൂർ സ്റ്റേജിൽ വായിക്കാൻ പറ്റുള്ളൂ. അപ്പം ഏറ്റവും ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസ് ചെയ്യുക. ഞാനിപ്പം എനിക്കറിയാവുന്ന സ്റ്റുഡൻസിനോടും പറയാറുള്ളത്, നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. നമുക്ക് ചെയ്താൽ നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടും. തീർച്ചയായിട്ടും. പിന്നെ അഖിലിന് ഇപ്പൊ ഏറ്റവും മൃദംഗ കലാകാരന്മാർ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആരാ? മൃദംഗ കലാകാരന്മാരിൽ എനിക്ക് അതൊരു വലിയ ചോദ്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എനിക്ക് ഒത്തിരി പേരുടെ പേര് പറയാനുണ്ട്. എന്നാലും ഞാൻ ഏറ്റവും പറയുന്നത് എൻ്റെ ആദ്യ ഗുരുനാഥനാണ്. കാരണം സാറാണ് എന്നെ ഈ ഒരു രംഗത്തോട്ട്
എന്നെ വഴി തെളിച്ചു തന്നത്. അപ്പം അതും മാടപ്പള്ളി അനീഫ് സാറാണ്. പിന്നെ ഞാനൊരു റോൾ മോഡലായിട്ട് കാണുന്ന എപ്പോഴും ചങ്ങനാശ്ശേരി ബി ഹരികുമാർ സാറാണ്. സാറിൻ്റെ വായന എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കാരണം ലോകത്തിലുള്ള എല്ലാവർക്കും സാറിനെ അറിയാവുന്നതാണ്. സാറിനെയാണ് ഞാനൊരു റോൾ മോഡലായിട്ട് കാണുന്നതും സാറിൻ്റെ പാഠങ്ങളും സാറിൻ്റെ ഫോളോയിങ്ങും എല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്റെ ഈ ചോദ്യം തന്നെ ഒരു തെറ്റായ ചോദ്യമാണ്. കാരണം അഖിലിന് നിരവധി ഗുരുക്കന്മാര്, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി മൃദംഗിസ്റ്റുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം തന്നെ അപ്രസക്തമാണെങ്കിൽ പോലും ഞാനത് ചോദിച്ചതാണ്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനൊരു വീഡിയോ അഖിൽ തന്നതിൽ ഹൃദയം തുറന്ന് നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതിലേറെ സന്തോഷവും ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. നന്ദി.